ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. ആഫ്റ്റർ എ ലോങ് ടൈം ഇപ്പം ഗായ്സ് ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടത് പെരുന്നാളിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞെങ്കിൽ എൻ്റെ ശേഷം ഇന്നത്തെ വീഡിയോ ഞാൻ സ്കൂളിലേക്ക് ചേർന്നു. ശേഷം ഞങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇല്ല ഗായ്സ്, ശേഷിനെ ശേഷി പഠിക്കുന്ന സ്കൂളിൽ 4ാം ക്ലാസ് വരെ മാത്രം. അപ്പോൾ നമ്മൾ ആടുന്ന് ഇനി ശേഷിനെ എടുത്തിട്ട് ഷെസ പഠിക്കുന്ന ഷെറിസിനെ എടുത്തിട്ട് ഷെസ പഠിക്കുന്ന അതേ സ്കൂളിൽ ചേർക്കാൻ പോകുന്ന അല്ലേ ശരീഷ്? ഗൈസ്, അപ്പോൾ നിങ്ങൾ 1ാം ക്ലാസ്സിലുള്ള മറ്റേ പിള്ളേണെങ്കിൽ എൻ്റെ സ്കൂളിൽ ചേർക്കണം. അല്ല, പ്രമോഷൻ ഇട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ? അതൊരു പ്രമോഷൻ കണ്ടോളെ ഓളെ ചെല്ലിയണ്ട മുന്നേ പഠിച്ച സ്കൂളിനോടുള്ള കടമയാണ് ഗൈസ് ശേഷിന്റെ. അല്ല, ശേഷിന് ഭയങ്കര ഫേവറേറ്റ് ആണ് ഗൈസ് ആ സ്കൂള്. ആ സ്കൂളിൽ ഉമ്മ വെക്കും. ഇതെന്ത് ആ സ്കൂളിൽ ഉമ്മ വെക്കും. നമ്മളിനി ആരുമില്ലല്ലോ പഠിക്കാൻ. അപ്പോൾ എന്തിനാ പറയുന്നുണ്ടായത് ഉമ്മമാർന്ന്? അതല്ല, നമ്മ ശേഷിനെ ഫസ്റ്റ് ആടിയിട്ടിന്. അപ്പൊ ഫസ്റ്റ് ഉമ്മാവും ഉണ്ട് അടുപ്പിട്ട്. അപ്പൊ ആ സ്കൂളായിട്ട് എന്തെല്ലാം കുറ്റം കണ്ടുപിടിക്കാനായ ആൾക്കാർ നോക്കലോ. അപ്പൊ ഉമ്മാക്കും നല്ലോണം അറ്റാച്ച്മെന്റ് ഉണ്ട് ആ സ്കൂളിനോട്. ഇനിയിപ്പോ നേരെ അതിനെ നൂറിലോ തലയൊക്കെ ഇടാൻ പോകുന്നുണ്ട് ഷെറിസിനും. ഷെസ ഹായ് പറയൂ ഗൈസ്. ഷെസ പറയുന്നു ഷെസാണ് എന്റെ ഷെസ എന്റെ യൂട്യൂബ് ചാനലിൽ കാലുകുത്തി എന്റെ യൂട്യൂബ് ചാനൽ റീച്ച് ആവുന്നു. അപ്പൊ നമുക്ക് എല്ലാ വീഡിയോയിലും ഇനി ഷെസാൻ ഉൾപ്പെടുത്തണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നേരെ ഷെറിസിന്റെ സ്കൂളിൽ പോയി സെഹറിഷിന്റെ സ്കൂളിൽ പോയിട്ട് TC എടുത്തിട്ട് നമ്മൾ എന്താക്കും, അടുത്ത സ്കൂളിൽ പോയി ചേരും. ഗൈസ്, ഇതിന് മുന്നും ഞാൻ ആ സ്കൂളിൽ ചെയ്യുന്ന ബ്ലോഗ് ഇട്ടിട്ട് അത് നമ്മുടെ സ്വന്തം വൈറലാക്കുന്ന വൈറലാക്കുന്ന ഷെസാനെ ചേർക്കാൻ പോകുന്നതാണ്. ഇപ്പൊ നമ്മൾ അതേപോലെ ഷെറിസിനെ ചേർക്കാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ഷെറിസ് പഠിച്ച സ്കൂളിലേക്ക് എത്തിയിട്ട് കാണാം. ഞാനും ഉമ്മാവും ഷെറിസും പോന്നതാണ്. ഷെസ ഇടയിൽ കൂടി വന്നതാണ്. അല്ല, പപ്പ വരുന്നില്ലാണ്. ഷെസാൻ ഉമ്മ കൂട്ടി ഗൈസ്. ഇല്ലാണ്ട് ഷെസ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ തായി പോകും. അങ്ങനെ നമ്മൾ ഷെസാനെ കൂട്ടി. പിന്നെ പപ്പ വന്നിട്ടാ പപ്പയുടെ ഓള് മുന്നേ പറഞ്ഞു വന്നു ആ ക്ലിപ്പിങ്സ് നെക്സ്റ്റ് ആടാക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ സ്കൂളിലേക്ക് എത്താനായി, ഷെറിസിന്റെ സ്കൂളിലേക്ക്. അപ്പം എനിക്ക് സ്കൂളെത്തി കാണിച്ചു വീഡിയോ കൊല്ലുന്നുണ്ടാവും. ഇപ്പോൾ ഗൈസ്, ഇത് മമ്മിയാണ്, പ്രോ ഡ്രൈവർ മമ്മി ചിരിക്കുന്നുണ്ട്. ഗൈസ്, അത് പപ്പാന്റെ പുതിയ മരമാണ് കാണുന്നത്. അതന്നെ കാറൊട്ടൊന്ന് ഉമ്മാടി ഷെസ ചോദിക്കുന്നത്. ഞാൻ സ്റ്റൈലുണ്ടാവും ഷെസ സ്റ്റൈലുണ്ടാവുന്ന ഡുക്കാറുണ്ട്. ഈ കമന്റ് സെക്ഷൻ ഞാൻ ഷെസാന്റെ ചങ്ങായിമാർക്ക് തരുന്നു. ഷെസ സ്റ്റൈലുണ്ടോന്ന് കമന്റ് ഇടൂ. അല്ലെ ഷെസ? ഇങ്ങോട്ട് നോക്ക്, സ്റ്റൈലുണ്ടോന്ന് അവർക്ക് അറിയണ്ടേ? സമൂസ ഗൈസ്, എടുത്ത സമൂസ അടുത്ത സമൂസ നല്ല സമൂസയാലോ. ഉമ്മാക്ക് എടുത്ത സമൂസ ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. ഞാൻ തിന്നിനമ്മ, ഞാൻ ഇല്ലാത്തപ്പോ ഞാൻ തിന്നു നോക്കണം. അത്ര ചൂട് സമൂസ തിന്നണം. അന്ന് ഞാൻ തിന്നിട്ട. ഇതാണ് ഗൈസ് ഷെറിസിന്റെ സ്കൂളിൽ പോകുന്ന വഴി. ഇപ്പൊ സ്കൂളിൽ കാലത്ത് വയറ്റിൽ പോകുന്ന എന്ത് സമൂസയാ? ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ഷെറിസിന്റെ സ്കൂളിലേക്ക് എത്തും. ഇനി അങ്ങനെയൊന്നും പറയണ്ടല്ലോ, പിന്നെ വെറുതെ സ്കൂളൊക്കെ വരും നമ്മ ഇടക്കിടക്ക്. ഇത്ര കൊല്ലം ഇതാണ് ഗൈസ് ഷെറിസിന്റെ സ്കൂളിൽ പോകുന്ന വഴി. ഉമ്മ സാധാരണ ഉമ്മമാർ മീറ്റിങ്ങിന് മാത്രമല്ലേ വരല്. ഇത് ഉമ്മ അങ്ങനെയല്ല, ഉമ്മ PTL ഉണ്ടായോണ്ട് അപ്പാപ്പ വന്നോണ്ടാണ്. ഇനി ഇതാണ് ഗൈസ് നമ്മള് ഷെസ. കമന്റ് ഇടാനപ്പോ ആരും മറക്കണ്ട.
കഥ പറഞ്ഞ ഷെർജിന്റെ സ്കൂൾ തന്നെ എത്തി. ഷെർജിന്റെ സ്കൂൾ ഒരു പള്ളി സ്കൂളാണ്. ഇതാണ് ഷെർജിന്റെ സ്കൂൾ ആക്ച്വലി. യെസ് ഗൈസ്, ഷെസ മുന്നേ പഠിച്ച സ്കൂൾ ഇതാണ്. ഷെസ 1 to 4. അവള് സാഹചര്യം എനിക്ക് ഓർമ്മയില്ല. അത് ഈ സ്കൂളാണ്. അപ്പോൾ നമ്മൾ പോകുന്നു ഷെർജിന്റെ TC വാങ്ങാൻ. ഗൈസ് ചൂടായതുകൊണ്ട് നമ്മ ഇതെന്ത് ഞാൻ ഇങ്ങനെ ചൂടായതാണ്. സ്കൂളിന്റെ മാറ്റം നോക്കുന്നുണ്ട്. സ്കൂളിൽ പെയിന്റ് അടിച്ചെന്നെല്ലാം പറഞ്ഞിട്ട്. സോ നമുക്ക് ഇനി സ്കൂളിലേക്ക് കയറാം. ആടോ നീ ഉണ്ടായില്ലേ? ഇതാ ഇതാ അച്ഛൻ പറഞ്ഞില്ല. പിന്നെ പഠിച്ച് അങ്ങെത്തി. തീരെ പഠിക്കുന്നില്ല. 84 ആണ് സരീഷിന്. ഒരു പെർസെൻറ്റേജ് കൂടുതലുണ്ടോ? നിങ്ങൾ 3 ആണോ ഒരു ക്യാമിലും? അപ്പോൾ ഷെയറിസിന് 1% കുറഞ്ഞു. ആ ഷെയറിസിന്റെ 1% ഞാൻ ഇന്ന് പുറക്ക് പോയിട്ട് തിരിച്ചെടുക്കുന്നതായിരിക്കും. ഷെയറിസിന് 1% തിരിച്ചെടുക്കാൻ. ഷെർസാക്ക് എത്ര 100% കൊടുക്കാനാണ്. ഷെർസ ബുക്കെടുക്ക പോവാം. ഷെർസ ബുക്കെടുക്ക പോവാം. നമ്മുടെ ലുക്കിന് ഷെസാനെ ഡു കമന്റ് ഡൗൺ ഗൈസ്. ഫാത്തിമ ഷെറിസിന്റെ ക്ലാസ് ഫോട്ടോ ഉണ്ടായിരുന്നു. ഷെറിസ് 3rd ഉണ്ടാകും. ടീച്ചറെ കുറച്ച് ക്ലാസ് ഷെസാക്ക് എടുത്തു കൊടുക്കും. പഠിക്കണ്ടേ? പിന്നെ നല്ലോണം വലുതായിട്ടാണ് അതൊക്കെ മനസ്സിലാവും. ആരോടും ചോദിക്കരുത് പൈസ ഹസ്ബൻഡിനോട്. ഞാനല്ലേ പറഞ്ഞ ചട്ടി പഠിക്കാനോ ചട്ടി കലം പഠിക്കാൻ അറിയില്ലേ? ആ ചട്ടി കലം പഠിക്കണോ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യണം. ഇനിയൊന്നും ഉണ്ടാവില്ല. നെഞ്ചിനല്ലേ പനി വന്നിട്ടാകുമ്പോ അങ്ങനെ തിന്നാൻ കഴിയാതായിട്ട് ഒരു പനി വന്നിട്ട് ലുക്ക് ഷെസാണ് നമ്മള്. ശരി ഓക്കെ 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 ബൈ. നമുക്കുണ്ടെങ്കിൽ വരാം. തീർച്ചയായും ഇനി വരുമ്പോ കൂടെ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഷെറിഷിൻ്റെ TC എടുത്തു. ഷെറിസിൻ്റെ TC എടുത്തിട്ട് നമ്മൾ പോകുകയാണ് തിരിച്ച് വീട്ടിലേക്കല്ല.
ഇനി സേരിഷിനെ നമ്മൾ നൂറിലൂടെ ചേർക്കാൻ പോകും. സേരിഷ് സ്കൂളിൽ കയറിയിട്ടാകുമ്പോൾ തുടങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പണ്ട് ഞാനുള്ള ടീച്ചർ എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. എന്തൊക്കെ അറിയുന്നുണ്ടായില്ല. സേരിഷ് ഫുള്ള് വീഡിയോവും എന്തെല്ലാം ആക്കുന്നല്ലോ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഷെരീസിൻ്റെ സ്കൂളിൽ പോകും, പുതിയ സ്കൂളിൽ പോകും ചേർക്കാൻ. സോ TC എല്ലാം കിട്ടി. ഇനി നമ്മൾ നേരെ സേരിഷിൻ്റെ പുതിയ സ്കൂളിലേക്ക്. സേരിഷ് എന്താണ് പഴയ സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്? എന്ത്? ഓക്കെ ഗൈസ്, ഷെസാന്റെ ടീച്ചർ ഷെസാട് പറയുന്നത് നല്ലവണ്ണം പഠിക്കണം ഷെസാന്ന്. അതുകൊണ്ടാണ് ഷെസ ഇപ്രാവശ്യം പഠിച്ചു ഷെസാണ് നമ്മുടെ ഫസ്റ്റ് റാങ്ക്. ഷെസ ഫസ്റ്റ് റാങ്ക് അല്ല, ഞാൻ ടോപ്പ് റാങ്ക് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കമന്റ് സെക്ഷൻ മുഴുവൻ ഞാൻ ഷെസാന്റെ ഫ്രണ്ട്സിന് ഇളക്കി കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ ഷെരീസിന്റെ സ്കൂളിലെത്തിയിട്ട് കാണാം. ഗൈസ് മാറിപ്പോയി. ഇന്ന് ഞാൻ എടുത്താവും മണിച്ചത് ഫുള്ള് പകട തന്നെ അറിയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഷെസയുടെയും ഷെരീസിന്റെയും സ്കൂളായ അവിടെ പോയി ഷെസാന്റെ ഏതൊക്കെ ഒരു ടീച്ചറിനെ കണ്ട് സംസാരിച്ചിട്ടുള്ളത്. ഷെസാന്റെ ടീച്ചറിനെ കണ്ടെങ്കിൽ ഓരോ ടീച്ചർ പറയുന്നത് ഞാൻ അറിയാണ്ട് റെക്കോർഡ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല കുട്ടിയായ ഷെസാണ് അല്ലേ ഉമ്മ? ഷെസാന്റെ ടീച്ചേഴ്സിനെല്ലാം ഷെസാനെ കുറിച്ചിട്ടുണ്ട് അഭിപ്രായം എന്തുമാ? പെർഫെക്റ്റ് അല്ലേ ഉമ്മാന്റെ ചിരികളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏറ്റവും പൊട്ടിത്തെറിച്ച കുട്ടി ആരാണെന്ന്. പൊട്ടിത്തെറിച്ചൊന്നല്ല, പിന്നെന്ത് ഷെസാ നീ എന്നെ പറയും ഷെസ. ഞാൻ വലുതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ഓരോ സ്കൂളിലെത്തി കാണാം. ഗൈസ്, നമുക്ക് സരീഷിന്റെ കോപ്പി എടുക്കാൻ വാങ്ങിച്ചു. നമ്മൾ കോപ്പി എടുത്തു, ബാറ്ററി വാങ്ങി. ഡോർ ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മൾ കോപ്പി എടുത്ത് വന്നു. ഫസ്ല ഡോർ എടുക്ക. ഗൈസ്, നമ്മൾ കോപ്പി എടുത്ത് വന്നു. ഇനി നമ്മൾ സ്കൂളിൽ പോകും. ഇതാണ് ഷെരീസിൻ. എന്തോ കുലിക്കുമോ? ഇതാണ് ഗൈസ് ഷെരീസിന്റെ സ്കൂൾ, ന്യൂ സ്കൂൾ. ഷെസ, നിന്റെ സ്കൂൾ. അയ്യോ, സാറിന്റെ സ്കൂൾ ഫുള്ള് കൊണ്ടുപോയി. ഷെസാന്റെ സ്കൂളിൽ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീൻ. ഇതാണ് ഷെസയുടെ സ്കൂൾ. നമ്മൾ ഷെരീസിന്റെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നു. പേടിയാണോ സുരേഷ്? എന്തിനു? എനിക്കെല്ലാം അറിയുന്നില്ല പിന്നെ എനിക്ക് പേടിക്കുന്നു. സുരേഷ് പേടിയാണോ? ഗായ്സ്, സുരേഷിനെ പേടിയാണ്. ബട്ട് അതിനോ ഒരു കൈയെടുക്കും പറ്റും. തോന്നുന്നു ഉമ്മ ഷെരീസ് പരീക്ഷ എഴുതുമ്പോൾ. ഗായ്സ്, ഷെരീസ് നമ്മുടെ ഷെസ അല്ലാത്തതുകൊണ്ട് ഷെസ നിന്റെ ക്ലാസ്സിൽ നോക്കി വരാമല്ലോ. ഗായ്സ്, നമുക്ക് ഷെസാന്റെ ക്ലാസ് റൂമൊക്കെ വിസിറ്റ് ചെയ്യാം. ഷെസാന്റെ ബുക്സ് എല്ലോ ഷെസാന്റെ ബുക്സ് എല്ലാം വേണ്ട. ഇത് നിബീല. ഇതാണ് ഗൈസ് ഷെസാന്റെ ക്ലാസ്. ഷെസാന്റെ ബാത്റൂമിനടുത്താണ് ഗൈസ്. ഓ, താഴെയാണ്. നീടെ നിൽക്ക്, തമ്പനയിൽ നിന്നെ കൊടുക്കുക ഇങ്ങനെ പീസൊക്കെ. ലോങ് ജമ്പിനും മറ്റേ ഹൈ ജമ്പിനും ഇതേ പൊയ്യയിലേക്ക് അതിലെ പൊയ്യ അതെല്ലായിടത്തും അങ്ങനെ.
ബുദ്ധിയില്ലാന്ന് തെളിയിക്കല്ല ഷെസ, നീ ഇങ്ങനെ നടുക്ക് മതി വാ. ഷെയർസിന്റെ പരീക്ഷ എന്തായി നോക്കാം. ഇവിടെ പണ്ട് സ്റ്റേജ് ഉണ്ടായത് നമുക്കല്ല. ഇപ്പോഴും അവിടെ പ്രാക്ടീസ് ഉണ്ടല്ലോ ഓനില്. ആര് നമ്മ ആര് ഷെസ? ഞാനും പ്രണവും. നമുക്കിനിപ്പോ പണ്ട് ഷെസ ക്ലാസ്സിൽ ഇങ്ങനെ കേറണ്ടില്ല, ഇപ്പൊ കേറണ്ട. ഇത് മാറ്റിയാ നിന്റെ ക്ലാസ് എവിടെ ഇപ്പൊ? അല്ല ഇത് പാട്ടുപാടുന്ന ക്ലാസ് ഉണ്ട്. നിന്റെ ക്ലാസ് എവിടെ ഇപ്പൊ ശരിക്കും? അതിന്റെ ക്ലാസ് അല്ലേ നയൻത്തല്ലേ? മീത്ത ഇവിടെ സുധാന്റെ ക്ലാസ്. ഞാൻ വിചാരിച്ചു ഇപ്പോഴും ഞാൻ എത്തുന്നെ. ഇവിടെ 10th, ഇവിടെ 10th. ഇവിടെ 10th 8th അല്ലേ താഴെ. ഇതാണ് ഗായ്സ് ലേഡീസിന്റെ ചോദ്യ പേപ്പർ. എന്താണ് സമാത്ത ജമാഅത്ത് എന്ത് അപ്പുറമൊക്കെ ആൻസർ പേപ്പർ. ഇത് ഷെസ വരച്ച പൂവാണ്. ഈ പൂവല്ലേ ആക്കി ഞാൻ കാണിക്കുന്ന പൂവല്ലൊക്കെ അതന്നെ ഷെസ വരച്ച പൂവാണ്. ചുമരില് അതെന്താറിയോ, ഞാന് 2 കളർ കൊടുത്തിട്ട് ഫുള്ള് പൊട്ടായിട്ട് നല്ല വാങ്ങണ്ടി. ഇതെല്ലാം പുള്ള വരച്ച ഫ്ലവറാ. പെയിന്റ് ചെയ്യാനല്ല വാങ്ങണ്ടല്ലോ. ഇത് ഓക്കെ ഗായ്സ്, നമ്മൾ ഷെർജിനെ സ്കൂളിൽ ചേർത്തു. റെസിപ്റ്റ് എല്ലാം ചൊട്ടുന്നുണ്ട് ഗായ്സ്. ഷെരീഷ് എന്താക്കണം? സെരീഷ് എങ്ങനെയുണ്ട്? സെരീഷിന്റെ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിനി? ഹിന്ദി മാത്രം അങ്ങനെ അറിഞ്ഞില്ല. നമ്മൾ സെരീഷിന്റെ പരീക്ഷ എഴുതി എല്ലാം കഴിഞ്ഞു. സ്കൂളിൽ സെരീഷിനെ അങ്ങനെ ചേർത്ത്. എനിക്ക് സെരീഷ് ജൂൺ 1 ഈ സ്കൂളിലേക്കാണ് വരേണ്ടത്. അപ്പോ ഓക്കെ ഗായ്സ്, ക്ഷീണിച്ചു പോയി. നമ്മ സെരീഷിനെ കാത്തുനിന്ന് വിടിഞ്ഞ് ചൂടും എടുത്ത് നമ്മൾ എന്തേലും കുടിക്കാൻ നിർത്താന്ന് വിചാരിക്കുന്നു ഗൈസ്. ദാഹിച്ചും വിശന്നും എന്റെ വയർ പൊളിഞ്ഞു ഗൈസ്. ഗൈസ് വെയിറ്റ്. ഉമ്മാന്റെ സാധനത്തിന്റെ അടുത്തേക്ക് നിർത്തി. ഉമ്മാന്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഗൈസ്. ഞാൻ കാണിച്ചുതരാം. ഉമ്മാന്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഇത്. ഇതിന് ഉമ്മാക്ക് പരിപ്പ് വട, കായ് കാച്ചി, ഇത് രണ്ടും ഉമ്മാന്റെ ഫേവറേറ്റ് ആണ്. കായ് കാച്ചി അപ്പൊ കിഞ്ഞില്ല. ഉമ്മനെ കൊട്ടന്ന് തപ്പി എടുക്കുന്നുണ്ട്. കായ് കാച്ച ഞാൻ പരിപ്പ് വടയാണ് ഗൈസ് എന്ന് சொன்னாரு. എനിക്ക് കായ് കാച്ചി ഇഷ്ടമില്ല. നമ്മൾ കൊറേ പരിപ്പ് വട വാങ്ങിച്ചു. എങ്ങനെയുണ്ട് ഉമ്മ കായ് കാച്ചി? ഗൈസ്, നമ്മുടെ ഷെസാനെയാണ് ഇങ്ങനത്തെ അടുത്തേക്ക് അയച്ചത്. ഷെസാക്ക് ഇങ്ങനത്തെ അടുത്ത് പോയി ബാധില്ല. സോ ഷെസ പഠിക്കണം. അങ്ങനെ ഷെസാനെ അയച്ചത്. എന്തോ ചിന്തിക്കുന്നുണ്ട് ഷെസ. ഇനി ഞാൻ നേരെ ഇവിടെ ഈ പിടിയിൽ ചർമ്മ റെഡി ആയി ഞാൻ ചോദിക്കാൻ പറഞ്ഞിനി. മാത്രം വരുന്നുണ്ട് കണ്ട. ചർമ്മ റെഡി ആയി ഞാൻ എന്ത് പറഞ്ഞ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീട്ടിൽ പോവാം. അന്ന് ഷെസാണ് ചേർത്തിട്ടിരുന്ന വ്ളോഗിൽ ഞാൻ ഇങ്ങനെ പരിപ്പെടുന്നതാണ്. അത് ഞാൻ അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സൈഡ് കൊടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ അതോന്ന് വരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. തട്ടോട് ശേഷം കൈ മുറിഞ്ഞൊരു വ്യക്തി പരിപ്പ് ജ്യൂസ് പരിപ്പ് ജ്യൂസ് നല്ല പരിപ്പ് ജ്യൂസ് ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് നല്ല കരിമ്പ് വട അതിന്റെ ജ്യൂസ്
നമ്മളെ പരിപ്പുള്ള ഫോക്കസ് പണില്ല നമുക്ക് എനിക്ക് കരിമ്പ് ജ്യൂസ് വന്നതിന് ശേഷം കാണാം നമ്മുടെ നമ്മളെ കരിമ്പ് ജ്യൂസ് റെഡിയായി ഫസീല എന്റെ പരിപ്പോടെ എടുത്ത് കഴിക്കുന്നുണ്ട് നമ്മുടെ ജ്യൂസ് Allah. Itu meng dia ni. Okay guys, നമ്മൾ വരാം. അതെന്തും ഉമ്മ ഫാസ്റ്റ് കുടിക്കുന്നതൊക്കെ കണ്ട് ഗൈസ് അങ്ങനെ ഉമ്മക്ക് അതിലെ ഊട്ടി കൊടുത്ത് ഗൈസ് നമുക്ക് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ കൈ വേദനിക്കും ഗൈസ് ഷെസാന്റെ ആസ്തറ്റിക് ഫോട്ടോ നമുക്ക് നോക്കാം ഷെസ നോക്കട്ടെ നിന്റെ ആസ്തറ്റിക് ഫോട്ടോ ഈ എന്ത് തട്ടു നിക്കുന്നില്ല ഭ്രാന്ത് ഗൈസ് ഇവിടെ ഇങ്ങനെ ഫോൺ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല Okay guys, this carom juice tastes so good. Okay guys, നമ്മൾ സെഡിഷനെ സ്കൂളിൽ ചേർത്തു പിന്നെ ഇതൊന്നും പിന്നെ ഒരു പരിപ്പുവട കഴിച്ചില്ല തേച്ചും കഴിച്ചില്ല ഒരു പരിപ്പുവട ജ്യൂസ് കുടിച്ചു പൊരിക്കത്തട്ട് സരീഷ് അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ് നമുക്ക് ഒരിക്കൽ പൊരിക്കത്തിയാ മതി ടയേർഡായി ഗൈസ് ഞാൻ അപ്പളെ ഉമ്മോട് പറയും കൊറേ മേങ്ങണമെന്ന് കൊറേ വാങ്ങില്ല അതുകൊണ്ട് ഞാൻ സരീഷ് നിങ്ങക്ക് തരാം ഇത് എനിക്ക് പെടുന്നു ഗൈസ് നമ്മൾ നേരെ പരിക്ക് പോവാ കെടുന്ന് ഉറങ്ങുന്നില്ല പരിക്ക് പോവാ തലവേദന ഇതാ നമ്മൾ ഉറങ്ങിയത് ഷെസ ഓക്കെ സേരീസിന്റെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ആയിരുന്നു അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും ഓക്കെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അപ്പൊ ഇന്നത്തെ ദിവസം ഇതായിരുന്നു ഗായ്സ് ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാന്ന് വിചാരിച്ചു മാത്രം അത് നീണ്ടുപോകും സോ ഇറ്റ് വിൽ ബി ബോറിംഗ് ഗൈസ് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ അൺടിൽ നെക്സ്റ്റ് വീഡിയോക്ക് ബൈ ഗൈസ് ഷെസ ഫുള്ള് വയറൊക്കെ നിറച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ പിടലെല്ലാം എന്താ കണ്ട യൂണിഫോം തുണി വെച്ചിട്ട് കാണുമ്പോൾ ലൈക്ക് പണ്ട് നമ്മളും സ്കൂൾ തുറക്കാനാകുമ്പോൾ യൂണിഫോം തുണി വാങ്ങണം ബുക്സ് വാങ്ങണം അതൊക്കെ ഇരിക്കുന്നു ഇപ്പൊ എന്ത് വാങ്ങാനില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇനി അടുത്ത വ്ളോഗ് നമ്മൾ പെരുന്നാൾ ഷോപ്പിംഗ് വ്ളോഗ് ഇടുന്നതായിരിക്കും ഷോപ്പാക്കാൻ എടുത്തോളം പോയിട്ടാ പോണത്ര സോ നെക്സ്റ്റ് വ്ളോഗ് ഈ ഷോപ്പിംഗ് വ്ളോഗ് ആണിക്കും ഓക്കെ ഗൈസ് അപ്പോൾ അൺടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ ഓക്കെ ഷെരീസ് ഓക്കെ ബൈ ഉമ്മ തിന്നുന്ന തിരക്കിലാണ് വണ്ടി എടുക്കുമ്പോൾ വരെ ഉമ്മക്ക് ഒരു കയ്യിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കണം Guys, prove my sisters are vayaraman. Idumanale samusumana. Guys, this is a samosa. Vayaraman demma palina karo. Icha samosa vilchu parna madiyamma. Nidu nallana ko baba. Adu mudi edukunu icha. Bhavati nidu nallana. Guys, ഞാൻ ഇവിടെ Bhavati. ഇതങ്ങനെ ഇടും ഞാൻ ഈ വ്ളോഗിലും കട്ടാക്കിയില്ല അമ്മ എത്രയും നിൽക്കോ ഗൈസ് ഇവിടെ നിന്ന് ഞാൻ മുന്നേ പഠിച്ച സ്കൂളിന്റെ അടുത്താണ് ഈ സമൂസ പേട ചങ്ക് എടുത്തോളം അറിയില്ല ഇവിടെ സമൂസ ഉണ്ടത് 4 താരം എന്റെ വ്ളോഗ് 4 താരം എന്റെ വ്ളോഗ് ഒക്കെ നമുക്ക് പറയും മൈറ്റാൻ സമൂസ 3 തിന്നോക്കിട്ട് പാങ്ങിടാൻ ഓക്കെ ഗായ്സ് അപ്പൊ നമ്മ നേരെ ഇനി ഷസ ഇപ്പൊ വന്നിരിക്കുന്ന നമ്മ ഇവിടെ വന്നേന്ന്
നമ്മൾ വീടിന് നാലമ്പക്കാന്ന് സമൂസ വാങ്ങിച്ചു. സമൂസ വേണം പറഞ്ഞിട്ട് സമൂസ വാങ്ങിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും എന്ന് വിശ്വസിക്കുന്നു. അവിടെ പോകുമ്പോ നമ്മ ഷസാനാണ് ഒത്തിരിച്ചിരിക്കാൻ വന്നത്. ഷസാൻ്റെ ഒരു എക്സ്പ്രഷൻ നോക്കിയോ. സമൂസ കിട്ടിയോ? ഞാൻ ഫസ്റ്റ് തന്നെ 4 വാങ്ങിച്ചു. പിന്നെ എന്തിന് 3 വേങ്ങാൻ എൻ്റെ ഒരു പാപ്പ അയാൾ അതിലും കൊന്നു. ഇങ്ങനെ അപ്പൊ ഫാത്തിമാനെ നമുക്ക് എന്ത് തട്ടം വേണം ചേച്ചിച്ചാണ്. ഗായ്സ്, ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ഇപ്പം റെഡി 1 2 3 സ്റ്റാർട്ട്. ഈ സ്കൂൾ എത്ര കൊല്ലായി? ഇതാണ് ഞാൻ പഠിച്ചതും എൻ്റെ പപ്പ പഠിച്ചതെല്ലാം. എന്തും പപ്പ പഠിച്ചത് ഈ സ്കൂളാ? ഇങ്ങനെ അറിയില്ല. ഞാൻ വെയിച്ച് പകുതിയായി. ഞാൻ എൻ്റെ സ്കൂൾ വ്ളോഗ് കഴിഞ്ഞിട്ട് നേരെ പെരുക്ക് വന്നിട്ടായിരിക്കുമ്പോൾ ഉമ്മ തക്കാളി വെള്ളം ഉണ്ടാക്കി. എന്തമ്മ ബണ്ടേക്ക ഉണ്ടാക്കി. എനിക്ക് ഉമ്മക്ക് ഒരേ നിർബന്ധം മാമ്പഴ പുളിശ്ശേരി ഇന്ന് ഉണ്ടാക്കണം. അങ്ങനെ ഉമ്മ അതും ഉണ്ടാക്കി. എന്നിട്ട് തിന്നായിരിക്കും ഉമ്മ പറഞ്ഞു ഫസ്റ്റ് കുറച്ച് ചോറെടുക്കാം, എന്നിട്ട് അതിലേക്ക് കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ എടുത്ത് വെക്കാം, എന്നിട്ട് ഇതിലേക്ക് അച്ചാർ വെക്കാം, എന്നിട്ട് ഇത് വെക്കാം, എന്നിട്ട് ഇതിങ്ങോട്ട് വെക്കാം, എന്നിട്ട് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ എടുത്ത് വായിലേക്ക് വെക്കാം. ഗായ്സ്, ദിസ് ടേസ്റ്റ് സോ ഗുഡ്. അപ്പോൾ ആർക്കെങ്കിലും ഉമ്മാൻ്റെ മാമ്പഴ പുളിശ്ശേരീൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ഗായ്സ്. അതിനെന്ന് വെച്ചാൽ സൈഡ് മാങ്ങയും വെക്കണം, അച്ചാറും എടുക്കണം എന്തായാലും. എന്നിട്ട് ഇതിങ്ങനെ വായിക്കെട്ടിട്ട് തിന്നാം. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിത് തിന്നുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഇത് വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് തിന്നാനും. സോ ആർക്കെങ്കിലും ഈ കറീൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ഗൈസ്. ഞാൻ ഉമ്മാനെ കൊണ്ട് അതിൽ വെപ്പിക്കുന്നതായിരിക്കും. ഐ തോട്ട് ഞാൻ കാണിച്ചു തരാമെന്ന്. രാത്രി ആയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും, ലൈറ്റ് ഒന്നും ഇട്ടില്ല ഗൈസ്. ഞാൻ ബേക്കാൻ ഇരുന്നിട്ടുന്നല്ല. സോ ഇതിങ്ങനെ ഗൈസ്, സോ യമ്മി. ലൈറ്റില്ലാത്തതുകൊണ്ട് നല്ല കാണുന്നില്ല. ഇറ്റ് ടേസ്റ്റ് സോ ഗുഡ് ഗൈസ്. ഓക്കെ ബൈ.